ഇതെന്താണ് അഴിക്കുന്നതെന്ന് മനസ്സിലായോ? 3 മാസം മുമ്പ് ചേട്ടൻ്റെ വീട്ടിലെ റംബൂട്ടാനിൽ പപ്പ ഒരു സംഭവം ചെയ്ത് കെട്ടിവെച്ചിരുന്നു. അതാണിപ്പോൾ അഴിക്കുന്നത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. റംബൂട്ടാനിൽ ഒരു ചെറിയ കൊണ്ട നോക്കി ആദ്യം സെലക്ട് ചെയ്യണം. പപ്പ പക്ഷേ കുറച്ച് വലിയ കൊണ്ടയാണ് സെലക്ട് ചെയ്തത്. അത് കുഴപ്പമില്ല. അതിനുശേഷം 1 ഇഞ്ച് നീളത്തിന് അതിൻ്റെ തൊലി കട്ട് ചെയ്തിട്ട് ഇതിൽ കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയും കറ്റാർ വാഴയും കൂടെ ജോയിൻ ചെയ്ത് കെട്ടിവെക്കണം. നല്ല ടൈറ്റ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് കെട്ടിവെക്കണം. മഴയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. അടുത്ത് 3 മാസം കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് വേരിൻ്റെ മൊട്ട് വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഞങ്ങളാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതെല്ലാം മഴയത്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം. എന്നാലും നമ്മളിപ്പോൾ അങ്ങ് ചെയ്യുന്നു. അത് അഴിച്ചതിന് ശേഷം റംബൂട്ടാൻ നടാനുള്ള ഒരു ബെസ്റ്റ് പ്ലേസ് കണ്ടെത്തി അതിനുള്ള കുഴിയൊക്കെ എടുക്കണം. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കോഴിക്കാരവും കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ ആ കുഴിയിലേക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ചകിരിച്ചോറ് മെയിനായിട്ട് വെക്കുന്നതിൻ്റെ കാരണം ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ഇവിടെ മഴ കുറവാണ്. അതുകൊണ്ട് മഴയില്ലാത്തത് കൊണ്ട് ഈർപ്പം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ളത് നമ്മുടെ കടമയാണ്. റംബൂട്ടാൻ നടാൻ ഉദ്ദേശിക്കുന്ന കുഴിയിലേക്ക് തൊണ്ടെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് കുറച്ച് കോഴിക്കാരവും ചാണകപ്പൊടിയൊക്കെ ഇട്ട് അതെല്ലാം സെറ്റ് ചെയ്യണം. ശേഷം റംബൂട്ടാനിൽ വേര് വന്ന ഭാഗം നമ്മൾ ആ കുഴിയിലേക്ക് ഇറക്കി വെക്കണം. ഇറക്കി വെക്കുന്നതിന് മുമ്പ് ആ വേര് വന്ന ഭാഗം ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറ് കൊണ്ട് മൂടിയതാണെന്ന് ഉറപ്പ് വരുത്തണം. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാൻ മറക്കരുത്. വെള്ളം കറക്റ്റായിട്ട് നനച്ച് കൊടുക്കണം. എല്ലാ ദിവസവും 2 നേരം ഒഴിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ചുകൂടെ മണ്ണിട്ട് കുഴി മൂടണം. ഇനി 1 വർഷം കഴിഞ്ഞ് റംബൂട്ടാൻ കായ്ച്ചു കഴിഞ്ഞാൽ പപ്പ ചെയ്ത എക്സ്പെരിമെൻറ്റ് സക്സസ് ആണ്.